ആകാശത്തു ഞാൻ ആട് നീ താരാക്കിന കണ്ടുറങ്ങു നീ. അങ്ങനെ എൻ്റെ പാട്ടൊക്കെ കേട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ലേക്കുട്ടൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയത്. രാവിലെ ലേക്കുട്ടനെ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേനും അതൊക്കെ ഉണങ്ങിയപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് മടക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ മാങ്ങ വീണെടുക്കണം. എൻ്റെയൊക്കെ കുഞ്ഞിലെ കസിൻസ് എല്ലാവരും വീട്ടിൽ നിൽക്കാൻ വരുന്ന സമയത്ത് എല്ലാ ദിവസവും ഒരുപാട് മാങ്ങ വീണ് കിട്ടും കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വട്ടട്ടിരുന്നിട്ട് മാങ്ങ തീറ്റ മത്സരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം നൊസ്റ്റാൾജി ഇങ്ങനെ കയറി വരണം. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് വഴിമാറി പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ നേരത്തെ സ്റ്റീം ചെയ്തത് എനിക്ക് വയ്യാത്തോണ്ടോന്നും അല്ല കേട്ടോ, കുറച്ച് മിനുക്ക് പണി മുഖത്ത് ചെയ്യാന്ന് വിചാരിച്ചു. സോ അതിന്റെ മുന്നോടിയായിട്ടൊന്ന് സ്റ്റീം ചെയ്തതാണ് കേട്ടോ. കറക്റ്റ് എൻ്റെ മിനുക്ക് പണി കഴിയുന്ന സമയത്ത് നമ്മുടെ ലേക്കുട്ടൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഇവളുടെ കൂടെയുള്ള ക്വാളിറ്റി ടൈമാണ്. ഫീഡൊക്കെ ചെയ്ത് ഒരുപാട് നേരം കളിപ്പിച്ച് കഴിയുമ്പോൾ ആള് ടയേർഡായി കിടന്ന് ഉറങ്ങും കേട്ടോ. ആ ടൈമിലാണ് ഞാൻ കുളിക്കാൻ പോകാറുള്ളത്. കുളിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ലേക്കുട്ടൻ എണീറ്റ് ഭയങ്കര ഓളിയും ബഹളമായിട്ടോ. ഞാൻ പിന്നെ പെട്ടെന്ന് കുളിയൊക്കെ തീർത്ത് ഓടി വന്ന് അവളെ എടുത്തു. ഉറക്കത്തിൽ എന്തോ പേടിച്ച് കരഞ്ഞതാണ്. കുരിശൊക്കെ വരച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ച് തട്ടിക്കൊക്കെ എടുത്തപ്പോൾ ആള് സുഖമായി കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ മെല്ലെ ഞാൻ ലേക്കുട്ടനെ ക്രാഡിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ അവളെ അവിടെ കിടത്തിയിട്ടുണ്ട്. അവൾ ഉറങ്ങിയല്ലോ എന്നാൽ എൻ്റെ ബാക്കിയുള്ള പണി ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോഴത്തേനും അവൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയ അലമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തു. കുറച്ച് ഡേയ്സ് ആയിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് നെയിൽ പെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യണമെന്ന്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നടക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും സാഹചര്യം ഒന്നും എന്തായാലും ഉണ്ടായിട്ട് കാണില്ല എന്ന് കരുതി ഇത് ഇനിയും ലാഗാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനായിട്ട് അതൊക്കെ ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മളല്ലാതെ പിന്നെ ആരല്ലേ സമയം കണ്ടെത്താം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോഴാണ് പൈനാപ്പിളും പപ്പായ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് ജ്യൂസ് അടിച്ചാൽ കിട്ടുന്ന ടേസ്റ്റ് അറിയാനുള്ള കൗതുകമായി. പാളിപ്പോന്നുള്ളൊരു പേടിക്കുള്ളിലുണ്ട്. ബട്ട് കോൺഫിഡൻസ് വിട്ടിട്ടൊരു കളിയില്ല. വരണെടുത്ത് വെച്ച് കാണാം എന്നുള്ളതിൽ ഞാനതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ പ്രോസസ്സിങ് ഒക്കെ നടക്കണതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്നെ ഇങ്ങനെ ചൊറിയാൻ വന്നുകൊടുക്കുക. എനിക്കാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യണ സമയത്ത് അവരെങ്കിലും ഞാൻ ചെയ്യണതിൻ്റെ ഇടയിൽ കൈയിട്ട് കഴിഞ്ഞാൽ എനിക്ക് അപ്പിളകും. അപ്പോൾ അവനെ ഒരു കണക്കിന് അവിടെ മുന്തി തള്ളി പറഞ്ഞു വെച്ചു. ഫസ്റ്റ് ബാച്ച് അടിച്ചെടുത്ത് സെക്കൻഡ് ബാച്ച് സെറ്റാക്കി കേട്ടോ. മുമ്പ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ടൈമൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചൊക്കെ. വലിയ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. നീ പൈനാപ്പിളും പപ്പായും കുറച്ച് പഞ്ചസാരയും കുറച്ച് തണുത്തുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.